നിങ്ങൾക്കറിയോ, അടുത്ത വർഷം ഇതേ സമയത്ത് ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. അതായത് ജൂലൈ 17 ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ. അതിന്റെ ടിക്കറ്റ് ഈ വർഷം ടിക്കറ്റ് സെല് ചെയ്യും. ടിക്കറ്റ് സെല് ചെയ്യുന്നത് മാത്രമല്ല, ടിക്കറ്റ് സെല് ചെയ്തിട്ട് അതെല്ലാം സോൾഡ് ഔട്ട് ആവുന്നു. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 17 ക്രിസ്റ്റഫർ നോളൻ, ആ ഒറ്റൊരു പേര് മതി. ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അടുത്ത വർഷം 17 ഇറങ്ങാൻ പോകണം, ലൈക്ക് ജൂലൈ 17. ആ ഒരു സിനിമ അടുത്ത വർഷം, നോട്ട് അടുത്ത മാസം, അടുത്ത വർഷം 17 ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ ടിക്കറ്റ് ഈ വർഷം ടിക്കറ്റ് സെല് ഓൺലൈൻ വരുന്നു. എല്ലാം സോൾഡ് ഔട്ട് ആവുന്നു. വന്നതെല്ലാം IMAX 70mm ഫിലിം പ്രൊജക്ഷൻ തിയേറ്ററിലാണ്. വളരെ കുറച്ച് മാത്രമുള്ള ഒരു തിയേറ്ററുകൾ ഇതൊക്കെ. ഏകദേശം ഒരു 25 തൊട്ട് ഒരു 30, 29 റേഞ്ചിലാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ലിസ്റ്റ് ചെയ്തേക്കണ 24 തിയേറ്ററുകളാണ്. അതായത് കൂടുതലും കനേഡിയൻ ടെക്നോളജി IMAX, അത് കാനഡയിലും US-ലൊക്കെയാണ് കൂടുതലും ഉള്ളത്. ഞാൻ പറഞ്ഞത് IMAX-ന്റെ ഫിലിം പ്രൊജക്ഷൻ കാര്യം ഉണ്ടാവും പറയുന്നത്. IMAX അല്ലാണ്ടുള്ള പലയിടത്തും ഉണ്ട്. ആ ഒരു സ്ക്രീൻ, ആ ഒരു പ്രൊജക്ഷൻ ഈ സിനിമ എടുത്തേക്കുന്നതും 70mm ഫിലിം ക്യാമറയിലാണ്. IMAX-ന്റെ ഫുള്ളി അങ്ങനെ എടുത്തേക്കണം. ഫുള്ളായിട്ട് ഫിലിം ക്യാമറയിലാണ്, അല്ലെങ്കിൽ ഫിലിമിലാണ്. 70mm ഫിലിം ഇതിലാണ്, IMAX-ന്റെ ഇതിലാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് IMAX ഇതിനു വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ ക്യാമറ ഉണ്ടാക്കി ഇത് ചെയ്യുന്നത്. കാരണം ക്രിസ്റ്റഫർ നോളന്റെ മിക്ക പടങ്ങളും പുള്ളി IMAX-ന് സെറ്റപ്പ് ഉണ്ടെന്ന്. പുള്ളി പല പടങ്ങളും പറയും IMAX പുള്ളി നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിലേക്കാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ലാർജർ പിക്ചർ അങ്ങനെയുള്ള സംഭവിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇത് സാധാ തിയേറ്ററിലൊക്കെ വരും. പക്ഷെ IMAX ഫിലിം ക്യാമറയിലുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, ലൈക്ക് 70mm ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഈ 4K അങ്ങനെയുള്ള ഒരു വേർഷനാണല്ലോ പൊതുവെ തിയേറ്ററുകളിലൊക്കെ കേട്ട് അല്ലെങ്കിൽ കണ്ടേക്കുന്നത്. ആവറേജ് 2K ആണ്, പക്ഷെ നമ്മളൊരു 4K ബേസ് ചെയ്തുള്ള തിയേറ്ററുകളാണ് ഇപ്പോൾ ഒരു നമ്മൾ ടെക്നോളജി ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളത്. ഈ ഫിലിം ക്യാമറയിൽ പടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇത് ഏകദേശം ഒരു 16K ടു ആ ഒരു ലെവലിലേക്ക് സാധനം അപ്പ് സ്കെയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഫിലിം ക്യാമറയിൽ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എന്ന് എത്ര മടങ്ങ് ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാനുള്ളൂ. ഈ IMAX ഫിലിം ക്യാമറ നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ളത് തൊട്ടടുത്തുള്ള സ്ഥലമാണ് മെൽബൺ. അവിടെ മാത്രമേ ഉള്ളൂ. അതായത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ ആകെ ഒറ്റൊരു തിയേറ്ററേ ഉള്ളൂ IMAX ഫിലിം പ്രൊജക്ഷൻ ഉള്ളത്. ബാക്കി എല്ലായിടത്തുള്ള ഡിജിറ്റൽ പ്രൊജക്ഷനാണുള്ളത്. ഇവിടെയും നമുക്ക് IMAX ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത് ഡിജിറ്റലാണ്. പക്ഷെ ഒരു ഫിലിം ക്യാമറയിലുള്ളത് നമുക്കുള്ളത് മെൽബൺ തന്നെ ഏറ്റവും അടുത്തുള്ളത്. ലോകത്ത് തന്നെ ഈ ഏറ്റവും കൂടുതലുള്ളത് US-ലും, പിന്നെ കാനഡയിലും, പിന്നെ UK-യിൽ എനിക്ക് തോന്നുന്നത് ഒരു 3-4 ഉണ്ട്. പിന്നെ ഏഷ്യയിൽ എന്തോ ഒന്ന്, അങ്ങനെ ഏഷ്യയിൽ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഫിലിം. ഇത് എനിക്കൊന്ന് ഒന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. കറക്റ്റ് ഏഷ്യ ഉള്ള കാര്യം കറക്റ്റ് അറിയില്ല, പക്ഷേ ഓസ്ട്രേലിയ ഉള്ളത്. ഞാൻ മെൽബൺ IMAX-ൽ പോയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് IMAX എക്സ്പീരിയൻസ് അവിടെയായിരുന്നു. കിടിലൻ എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ കണ്ടത് ഡിജിറ്റൽ ഇത് പ്രൊജക്ഷനിലുള്ള 4K ഡ്യുവൽ പ്രൊജക്ഷനിലുണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു. പക്ഷേ ഫിലിം ക്യാമറയിൽ അല്ലെങ്കിൽ ഫിലിം പ്രൊജക്ഷനിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ ബുക്ക് ചെയ്യുക. പിന്നെ ക്രിസ്റ്റഫർ നോളൻ സിനിമ ഒരു എന്താണ് പുള്ളിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റോറി ടെല്ലിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദി ഇയർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം പറയാൻ